ഹായ് ഹലോ നമസ്തേ. മമതക്കര കിരിക്കിരി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞെങ്കിൽ നല്ല പൂത്ത കയ്പൊക്കെ കൊണ്ട് ചട്നി ഉണ്ടാക്കാം. ഇതുണ്ടാക്കാൻ ഇന്ന് മെയിൻ കാരണം എന്ന് പറഞ്ഞെങ്കിൽ രാവിലെ തന്നെ പച്ചക്കറി മാർക്കറ്റിൽ പോയതാ. റോഡിൽ പോകുമ്പോൾ എത്ര കയ്പൊക്കെയാണ്, റോഡിലെല്ലാം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത് എൻ്റെ സ്കൂട്ടറായിട്ട് കുറേ ചട്നി. അത് കണ്ടപ്പോൾ എനിക്കൊരു ആക്രമണം മുന്നിട്ട് ഒരു പീഡിയക്കാരനോട് പോയി ചോദിച്ചു എന്നും വേറെ പൂത്ത കയ്പൊക്കെ ഉണ്ടാകും. അപ്പം അയാൾ പറഞ്ഞു ഇതാ ഇഷ്ടംപോലെ ഇടക്ക് എടുപ്പുണ്ട്, ചട്നിയാക്കോ പുഴുങ്ങി തിന്നോ എന്ത് വേണോ ചെയ്തോന്നു. പറഞ്ഞത് വേറെ ആരല്ല, എൻ്റെ കെട്ടിയാൻ തന്നെ. അപ്പൊ ഇത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ചട്നി ഉണ്ടാക്കാൻ ഫസ്റ്റ് നല്ല കയ്പക്കന നല്ല കൈ എടുക്കണം. 2-3 പ്രാവശ്യം കൈറ്റെടുക്കണം. പോത്തത് ഒരു കഷ്ണം വേസ്റ്റ് ഉണ്ട് ഇതിൽ, അത് കട്ട് ചെയ്തെടുക്കണം. ബാക്കി എടുക്കുന്നുണ്ട്. നല്ലപോലെ കഴുകി എടുക്കണം. നല്ലതുപോലെ കൈറ്റെടുത്തിന് ഇനിയിപ്പോൾ ചെറുങ്ങനെ കട്ടാക്കണം, ചെറുതായിട്ട്. ഇവിടെ ഞാൻ 2 കയ്പൊക്കെ എടുത്തിട്ടുണ്ടായി. 2-ൽ പാതി വേസ്റ്റ് ആയിന്, ഒന്നിൻ്റെ പാതി പോയി, പിന്നെ ഒന്നിൻ്റെ പാതി പോയി. അങ്ങനെ ചെറുതായിട്ട് നല്ല ചെറുങ്ങനെ കട്ടാക്കി എടുക്കുക. നമുക്ക് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം. കുറച്ച് എണ്ണ ഇട്ടിട്ട്, കുറേ എണ്ണ വേണ്ട, എണ്ണയിൽ മുക്കുന്ന വേണ്ട, കുറച്ച് എണ്ണ ഇട്ടിട്ട് ഇങ്ങനെ ഫ്രൈ ആക്കിയിട്ട് എടുക്കണം. പൂത്ത കയ്പൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ ഇത് ടേസ്റ്റ്. പച്ചലുണ്ടാക്കി അത്ര ടേസ്റ്റ് ഇല്ല. അതുകൊണ്ട് ഇങ്ങനത്തെ കയ്പൊക്കെ ഇട്ടെങ്കിൽ ആരും ചാടണ്ട. ഇല്ലെങ്കിൽ എപ്പോഴും നമ്മൾ തേയിലും ഒരു കയ്പൊക്കെ കഴിഞ്ഞാൽ എല്ലാം വേസ്റ്റ് ചെയ്യുന്നല്ലേ, കൊണ്ടുവച്ചിട്ട് പോത്തങ്കിലാവല്ലോ. അതിനെക്കൊണ്ട് ഇനി ആരും കയ്പൊക്കെ തന്നെ വേസ്റ്റ് ചെയ്യില്ല. ഇങ്ങനെ ട്രൈ ആക്കണം, നല്ല ടേസ്റ്റാണ്. എല്ലാ കയ്പൊക്കെ നല്ല ചെറുത്ത് കട്ടാക്കി എടുത്തിന്. എല്ലാത്തിനും ഇത്ര പീസ് കിട്ടി. ഈ ചട്നിക്ക് വേണ്ട ഐറ്റംസ് നോക്കാം. 1 മുറി തേങ്ങ എടുത്തിന്, 1 മുറി തേച്ചെടുത്തില്ല, കുറച്ച് കുറവ് എടുത്തത്. 2-3 അല്ലി വെളുത്തുള്ളി, എരിവിന് എത്ര വേണം അത്ര പച്ചമുളക്, ഇത് കടുക് ചേർക്കാൻ 2 ഉണക്കമുളക്, പിന്നെ ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ പുളി, വാളം പുളി, കുറച്ച് കറിവേപ്പില. അപ്പോൾ ഇത് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ആദ്യം ചീഞ്ചട്ടി അടുപ്പിൽ വെക്കുന്നുണ്ട്. ചൂടായപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. കുറച്ച് മതി, കുറേ വേണ്ട, മുങ്ങിയൊക്കെ എടുക്കുന്ന വേണ്ട. എണ്ണ ചൂടാകുമ്പോൾ നമ്മൾ കഷ്ണാക്കിയിട്ട് വെച്ചില്ലേ കയ്പക്ക, അതിനിടാം. കയ്പക്കനിടാം. കുറച്ച് ഫ്രൈ ആവണം. കുറച്ച് നേരം എണ്ണയിൽ ഫ്രൈ ആവട്ടെ ഇത്. പിന്നെ ഒരുമിച്ച് തന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ ഞങ്ങൾ എടുത്ത് വെച്ച പച്ചമുളക് ഉണ്ടല്ലോ 3 എണ്ണം. നിങ്ങൾക്ക് എത്ര കാരം വേണം അത്ര കൂട്ടാം. ഞാനൊരു 3 എണ്ണം, ഇത് നല്ല കാരമുണ്ട്, അത്ര ഇട്ടിന്. പിന്നെ കട്ടാക്കി ഇടണം, ഇടിയിട്ടാലും അത് പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഒരു 3 അല്ലി വെളുത്തുള്ളി ഇട്ടില്ലേ, അതിനെ ഇങ്ങനെ 2 കഷ്ണമായിട്ട് അതിന് ഇന്നെ ഇടുന്നു. എല്ലാം ഒരുമിച്ച് ഫ്രൈ ആവട്ടെ. കുറച്ച് ഫ്രൈ ആവണം, കുറേ നേരമൊന്നും വേണ്ട, നല്ല ഡീപ്പ് ഫ്രൈ കരിയുന്നൊന്നും വേണ്ട. കുറച്ച് പച്ചമണം ഒന്ന് മാറണം, അത്ര തന്നെ, മാറി കിട്ടിയാൽ മതി. പച്ചമണം മതി, ഒരു 2-3 മിനിറ്റ്. കുറച്ച് ഉപ്പും കൂടി ഇതിൻ്റെ ഒരുമിച്ച് തന്നെ ചേർത്ത് കൊടുക്കുന്നത്. ഇതിലിട്ട് കുറച്ച് വേഗം ബാടി കിട്ടുമല്ലോ. നല്ല പോത്ത് കൊണ്ട് വേഗം പോകും. കുറച്ച് വാടിയിട്ട് വരുമ്പോൾ തന്നെ ഇത് പോകും തോന്നും. കാണുമ്പോൾ അതേപോലെയാണ് നല്ല പോത്തിന്. ഇത് 4 മിനിറ്റായി, നല്ല വഴണ്ട് വന്നിന്, നല്ല സോഫ്റ്റായിന്. പച്ച ഇട്ടെങ്കിൽ ഇത്ര വേഗം സോഫ്റ്റ് ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നല്ല പോത്ത് കൊണ്ട് വേഗം സോഫ്റ്റായിന്. അപ്പോൾ ഇതിന് ഞങ്ങൾ എടുത്ത് വെച്ച പുളിയും തേങ്ങ ഇതിനെ ഇടാം. കുറച്ച് പുളി, 1 മുറി തേങ്ങ, കുറച്ചൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് എത്ര വേണം അത്ര ചെയ്യാം. പിന്നെ കുറച്ച് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. കുറച്ച് ചൂടായാൽ മതി, തേങ്ങ കുറച്ച് ചൂടാക്കി എടുക്കാം ഇതിൽ തന്നെ. ഇപ്പം തന്നെ നല്ല ബറോ കറി പോലെ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ. ഇപ്പോൾ ആയിന് തേങ്ങ മതി വറുത്തത്. കുറച്ച് നേരം തണിയാൻ വെക്കാം. ഇത്ര ചൂട് മിക്സിയിലിട്ടെങ്കിൽ മിക്സി തെറിച്ചു പോകും. കുറച്ച് നേരം തണിയാൻ വെക്കാം.
ഈ മണ്ണിൻ്റെ പാത്രത്തിൽ വെച്ചാൽ ബാഗ് തണിയില്ല. അപ്പോൾ ഇതിനെ മാറ്റിയിട്ട് വേറെ പാത്രത്തിലിടാം, കുറച്ച് ബാഗ് തണിയാൻ വേണ്ടിയിട്ട്. നല്ല തണ്ണെങ്കിലേ മിക്സിയിലിട്ട് അരക്കാൻ പറ്റും. ഇതിപ്പോൾ തണ്ണിന് ഇങ്ങനെ മിക്സിയിലിട്ട് അരക്കാം. വെള്ളം ഇടുന്ന വേണ്ട, ഡ്രൈ ആയിട്ട് അരച്ചെടുക്കാം. നല്ല കട്ടി ചട്നി, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ആരും അതിന് പൂത്തപ്പാവൊക്കെ കിട്ടിയെങ്കിൽ കയ്പ്പൊക്കെ കിട്ടിയെങ്കിൽ വേസ്റ്റ് ആക്കണ്ട. എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യണം. അപ്പോൾ ഇത് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. ഇപ്പം നമ്മൾ ചട്നി റെഡിയായിന്. ഇത് വേണമെങ്കിൽ കടുക് വറുത്തിടാം. ആദ്യം കുറേ എണ്ണിട്ട് വറുത്തുകൊണ്ട് ഞാൻ ഇതിൽ കടുക് വറുക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ വറുക്കാം. സൂപ്പർ ടേസ്റ്റാണ്, നല്ല ടേസ്റ്റ്. നല്ല ചൂട് ചോറും നല്ല കയ്പ്പക്ക ചമ്മന്തി. കയ്പ്പക്ക ചട്നി ആർക്കും നിങ്ങൾ പറയാതെ ആർക്കും അറിയില്ല. നിങ്ങൾ പറഞ്ഞാൽ മാത്രം അറിയാം, അത്ര ടേസ്റ്റുള്ള ചട്നി. എല്ലാവരും ട്രൈ ചെയ്യണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. താങ്ക് യു.